എൻ്റെ പേര് കാർത്തികേയൻ. എൻ്റെ ഷോപ്പിന്റെ പേര് ഫാന്റാസ്റ്റിക് അലുമിനിയം ഫാബ്രിക്കേഷൻ, സ്ഥലം കൊടുക്കുന്നു. ഞാൻ ഈ മേഖലയിലേക്ക് വന്നിട്ട് ഏതാണ്ട് 32 വർഷമായി. ഒരു 32 വർഷത്തിന് ബാക്കിലേക്ക് പോകണ സമയത്ത് ഈ അലുമിനിയം ഫാബ്രിക്കേഷൻ ഇൻഡസ്ട്രി എന്തായിരുന്നു കാലഘട്ടത്തിൽ? ആ കാലഘട്ടത്തിൽ ഫാബ്രിക്കേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ആൾക്കാർക്ക് അറിയാത്തൊരു കണ്ടീഷനായിരുന്നു. അലുമിനിയം ഫാബ്രിക്കേഷൻ എന്താണെന്ന് അറിയില്ല, അപൂർവം ആൾക്കാർക്ക് അറിയാം. പിന്നെ കുറേയൊക്കെ ഇങ്ങനെ പറയുന്ന കേട്ടിട്ട് അങ്ങനെ അന്വേഷിച്ചിട്ടാണ് ആൾക്കാർ വന്നിരുന്നത്. വർക്ക് അന്വേഷിച്ചിട്ട് ഈ വർക്ക് ചെയ്യുന്ന ആൾക്കാർ എവിടെയുള്ളത് അന്വേഷിച്ചിട്ട് ഇങ്ങനെ വരും. നമ്മളെ വീട് തേടി വരികയാണ് പണ്ട് ചെയ്തത്. അങ്ങനെയാണ് നമ്മൾ പിന്നെ വർക്ക് പോയി അളവെടുത്ത് കൊട്ടേഷൻ കൊടുത്തിട്ട് വർക്ക് എടുത്തിരുന്നത്. പഴയ കാലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലുമിനിയം ഫാബ്രിക്കേഷൻ വിരലിലെണ്ണാവുന്ന തരം വർക്കുകളെ ഉണ്ടായിരുന്നുള്ളൂ. ആ കാലത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാൻഡ് റെയിൽസ്, അതുപോലെ തന്നെ ഷോപ്പിന്റെ ഫ്രണ്ട് ഗ്ലാസ് കവറിങ്, പാർട്ടീഷൻ വർക്ക്, അതുപോലെ തന്നെ അപൂർവം ചില കൗണ്ടറുകൾ, ബേക്കറി കൗണ്ടർ, ഇത്രയും വർക്കുകളാണ് പണ്ട് അലുമിനിയം ഫാബ്രിക്കേഷനിൽ അധികം ചെയ്തത്. ഇപ്പൊ ഏറ്റവും കൂടുതൽ വർക്കുകൾ വീടുകളുടെ വർക്കാണ് വരുന്നത്. അതായത് വാർഡ്രോബ്സ്, അതുപോലെ തന്നെ ഷോക്കേസ്, പിന്നെ കിച്ചൺ, അങ്ങനെയുള്ള വർക്കുകളാണ് ഇപ്പൊ കൂടുതൽ വരുന്നത്. വീടുകളിലെ വർക്കുകളാണ് കൂടുതൽ വരുന്നത്. 2 തരം വർക്കുകളും ഉണ്ട്, ധാരാളം വരാറുണ്ട്. അതേപോലെ തന്നെ പുതിയ വീടുകളിലെ വർക്കുകളും ധാരാളം വരുന്നുണ്ട്. അതായത് ഒരു കാലഘട്ടത്തിൽ അലുമിനിയം ഫാബ്രിക്കേഷൻ ചേഞ്ച് ചെയ്തിട്ട് വേറെ ബോർഡുകളുടെ വർക്കുകളിലേക്ക് പോയിരുന്നു. അതായത് മൾട്ടിവുഡ് അങ്ങനെയുള്ള സാധനങ്ങൾ വെച്ചുള്ള വർക്കുകളിലേക്ക് ആളുകൾ മാറിയിട്ടുണ്ടായിരുന്നു. അതിന് വീണ്ടും തിരിച്ച് ഫാബ്രിക്കേഷനിലേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. അലുമിനിയം മെറ്റീരിയലിന് വെള്ളം നനഞ്ഞാൽ കേടില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള അതിൻ്റെ ഈർപ്പം പിടിക്കില്ല. ഇപ്പോൾ ഉപയോഗിക്കുന്നത് PVC ഷീറ്റാണ്. അലുമിനിയം വിത്ത് PVC ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വർക്കാകുമ്പോൾ ഒരിക്കലും തുരുമ്പാവേ, ചെതല് വരെ, വെള്ളം നനഞ്ഞ കേടരെ, അങ്ങനെയുള്ള കംപ്ലൈന്റുകളൊന്നും വരുന്നില്ല. അതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള അട്രാക്ഷൻ. ഇത് ആദ്യം തുടക്കത്തിലൊക്കെ ഡിസൈനുകൾ ആൾക്കാര് ഇവിടെ എങ്ങനെ ചെയ്യാൻ പറ്റും ചോദിക്കുമ്പോൾ വരച്ച് കാണിച്ചു കൊടുക്കായിരുന്നു ഒരു കാലഘട്ടത്തില്. അതിൽ നിന്നൊക്കെ മാറിയിട്ട് പിന്നെ ഫോട്ടോസ് ആൾക്കാർ മൊബൈലൊക്കെ വന്നതിന് ശേഷം ഫോട്ടോസ് എടുത്തിട്ട് കാണിച്ചു കൊടുക്കാൻ തുടങ്ങി. അതിന്റെ ഇടയ്ക്കൊരു കാലഘട്ടത്തിൽ കാറ്റലോഗ് ഇറക്കുന്ന ടീം ഉണ്ടാവും. ഫോട്ടോസ് വന്ന് എടുത്തിട്ട് കളക്ട് ചെയ്ത് കൊണ്ടുപോയിട്ട് അവർ കാറ്റലോഗായിട്ട് ഇറക്കിയിട്ട് അത് സെയിൽ ചെയ്തായിരുന്നു. അത് കുറച്ച് കാലഘട്ടം, ഒരു 2 വർഷം 3 വർഷം കൂടുമ്പോൾ മോഡലുകൾ ചേഞ്ച് ചെയ്ത് വരിക. കാരണം കാറ്റലോഗ് ഒരു ആവശ്യമില്ലാത്ത സാധനമായി മാറി. കാറ്റലോഗ് ആൾക്കാർ കൊണ്ടു കൊടുക്കുമ്പോൾ പഴയ ഫോട്ടോസാണ് ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് പുതിയ വർക്കുകൾ കിട്ടാൻ വേണ്ടിയിട്ട് ഓൺലൈനിലും അതുപോലെ തന്നെ ഓരോ വർക്കേഴ്സിന്റെ മൊബൈലിലുള്ള ഫോട്ടോസും വെച്ച് നോക്കിയിട്ടും, അതുപോലെ തന്നെ മറ്റ് പ്ലൈവുഡ് കൊണ്ട് ഉണ്ടാക്കിയ വർക്ക്, അതുപോലെ തന്നെ മൾട്ടിവുഡ് കൊണ്ട് ഉണ്ടായ വർക്ക്, ഇതിന്റെ മോഡൽ പോലെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് ചെയ്യിപ്പിക്കുന്ന വർക്ക്, അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിന്റെ ഇടയിൽ കൂടെ ചില ആളുകൾ നമുക്ക് ഡ്രസ് വർക്ക് ചെയ്യാൻ പറയും, അപ്പൊ അത് ചെയ്തു കൊടുക്കും. ആളെ വിളിച്ച് ചെയ്തു കൊടുക്കും. സ്റ്റീലിന്റെ വർക്ക് ചെയ്യാൻ പറയും, അത് ചെയ്തു കൊടുക്കും. മൾട്ടിവുഡിന്റെ വർക്ക് എടുക്കാറുണ്ട്, പ്ലൈവുഡിന്റെ വർക്ക് എടുക്കാറുണ്ട്. അങ്ങനെ ഒരുവിധം എല്ലാവർക്കും. ടൈലിന്റെ വർക്ക് എടുത്ത് നമ്മൾ എടുത്തിട്ടുണ്ട്, കോൺക്രീറ്റ് വർക്ക് എടുത്ത് നമ്മൾ കരാറെടുത്ത് ചെയ്തു കൊടുക്കും. സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് ഇപ്പൊ 4 ആളുള്ളത്. പിന്നെ വർക്കേഴ്സ് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് നമ്മൾ വിളിച്ച് കൂട്ടലാണ്. സ്ഥാപനത്തിന് വലിയ വിഷനൊക്കെ ഉണ്ടായി വരുന്ന ടൈമിലാണ് കൊറോണ അതേപോലുള്ള സംഭവങ്ങളൊക്കെ വന്നത്. പിന്നീട് ഇപ്പൊ രണ്ടാമത് നമ്മൾ പൊന്തി വരുന്നത്. ഇനി നമ്മള് വർക്ക് ഇപ്പോ കുറച്ച് ബിസി ആയി വരും. ഈ ആളുകളുടെ വർക്കേഴ്സിന്റെ ഒക്കെ എണ്ണം കൂട്ടി പിന്നെ ഇതിനെ ഒരു കമ്പനി ആക്കി മാറ്റാൻ പറ്റുമെന്ന് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് നമ്മളെ കസ്റ്റം മെറ്റീരിയൽസ് വെച്ചിട്ട് വർക്ക് എടുക്കുന്ന ഒരു ലെവലിൽ എത്തണമെന്ന് ആഗ്രഹമുണ്ട്. സോഷ്യൽ രംഗത്ത് ഒരുപാട് കാലം സൈബർ ഫൈറ്റർ ആയിരുന്നു. ഫേസ്ബുക്കിലൊക്കെ നല്ല സൈബർ ഫൈറ്റിംഗ് ഉണ്ടാവും. ഇപ്പോൾ ഞാൻ വർക്കുണ്ട്, അതിന്റെ കൂടെ തന്നെ സോഷ്യൽ മീഡിയയില് എന്റർടൈൻമെന്റ്സ് വീഡിയോസ്, ഷോർട്സ് അല്ലെങ്കിൽ റീൽസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഫാമിലിയിൽ എനിക്ക് ഭാര്യ, അമ്മ, 2 മക്കളാണ് എനിക്ക് എൻ്റെ വീട്ടിലുള്ളത്. അവിടെ ഡ്രസ്സിംഗ് കബോർഡ് ഉണ്ടാവും, വാർഡ്രോബ്സ്, അതുപോലെ കിച്ചൺ കബോർഡ് ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് വർക്ക് ഏരിയയില് മൊസ്കിറ്റോ നെറ്റ് അടിക്കാനുണ്ടാവും, വിൻഡോസിന് മൊസ്കിറ്റോ നെറ്റ് അടിക്കാനുണ്ടാവും, കർട്ടൻ വർക്ക് വന്ന് അത് കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ സ്റ്റെയർ കേസ് ബോട്ടം ചെയ്യാനുണ്ടാവും. അങ്ങനെയുള്ള വർക്കുകളാണ് നമുക്ക് കൂടുതൽ വരുന്നത്. TV യൂണിറ്റ്, അതുപോലെ തന്നെ മറ്റേ ഗ്ലാസ് വർക്ക് പറഞ്ഞാൽ നമുക്ക് പറഗോള ഗ്ലാസ് ഇടാറുണ്ട്. പട്ടാമ്പി തൃത്താലയ്ക്ക് അടുത്താണ് വരുന്നത് സ്ഥലം. പരുതൂർ പഞ്ചായത്തിലെ കൊടിക്കുന്ന് എന്ന സ്ഥലമാണ്.